കോഴിക്കോട് താമരശ്ശേരിയിലെ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കൂടുതൽ അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറാണെന്ന് അറിയിച്ച പ്ലാന്റ് ഉടമകൾ. സർക്കാരിന്റെ സഹകരണത്തോടെ മറ്റൊരു സ്ഥലം കണ്ടെത്താനാണ് നീക്കം. പ്ലാന്റ് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പും പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ടും കണക്കിലെടുത്താണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ദുർഗന്ധം മൂലവും പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് വഴിയും ജനജീവിതം ദുസ്സഹമായതിനെ തുടർന്നാണ് പ്രദേശവാസികൾ ദീർഘനാളായി സമരരംഗത്തിറങ്ങിയത്. നിലവിൽ ശക്തമായ ജനകീയ പ്രതിഷേധം മൂലം കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. തായ്ലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം അപ്രതീക്ഷിതമായി 300 അടി താഴേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. അപകട സമയത്ത് പൈലറ്റ് ലഹരി ഉപയോഗിച്ചിരുന്നതായി ലാബ് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. 2 തവണ നടത്തിയ പരിശോധനയിലും ഇയാളുടെ സാമ്പിളിൽ കഞ്ചാവിന്റെ അംശം കണ്ടെത്തുകയായിരുന്നു. വിമാനം പറത്തുന്നതിനിടയിൽ പൈലറ്റ് അസാധാരണമായി പെരുമാറിയതായും നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്ന പൈലറ്റിനെ ക്യാബിൻ ക്രൂവും സഹ പൈലറ്റും ചേർന്നാണ് സീറ്റിൽ പിടിച്ചിരുത്തിയതെന്നും പരാതിയുണ്ട്. വിമാനം പെട്ടെന്ന് താഴേക്ക് പതിച്ചതോടെ 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യ സിഇഒയോട് അടിയന്തര വിശദീകരണം തേടിയിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണവും പുരോഗമിക്കുകയാണ്. പൈലറ്റിനെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. മെഡിക്കൽ റിവ്യൂ ഓഫീസറുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ ഇയാൾക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. ആവർത്തിക്കാതിരിക്കാൻ പൈലറ്റുമാരുടെ ലഹരി പരിശോധനകൾ കർശനമാക്കാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. നീണ്ടകാലത്തെ പ്രണയത്തിനൊടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജോർജിന റോഡ്രിഗസും വിവാഹിതരായി. പോർച്ചുഗലിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ വെച്ചായിരുന്നു വിവാഹം. വിവാഹമോതിരം ധരിച്ച് ഇരുവരും കൈകൾ ചേർത്ത് പിടിച്ച ചിത്രം റൊണാൾഡോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇറ്റാലിയൻ ഫുട്ബോൾ പത്രപ്രവർത്തകനായ ഫാബ്രിസിയോ റൊമാനോയും വിവാഹകാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2016 ഗുച്ചി ഷോപ്പിലെ സെയിൽസ് അസിസ്റ്റന്റ് ആയിരുന്നപ്പോഴാണ് ക്രിസ്ത്യാനോ ജോർജിനയെ കണ്ടുമുട്ടുന്നത്. 10 വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. ഇടുക്കി ആനച്ചാലിലെ വീട്ടിൽ അപ്രതീക്ഷിത അതിഥി എത്തി. രാത്രിയിൽ വീട്ടിൽ കയറിയ മരപ്പട്ടി രാവിലെ വരെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. എന്നാൽ തുരത്താൻ ശ്രമിച്ചിട്ടും കക്ഷിക്ക് കുലുക്കമില്ല. ആനച്ചാൽ സ്വദേശി വേണുവിന്റെ വീട്ടിലാണ് കൗതുകകരമായ സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരപ്പട്ടി വീട്ടിനുള്ളിൽ കയറിയത്. വീട്ടിൽ കയറിയ മരപ്പട്ടിയെ ഓടിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാത്തതിനെ തുടർന്ന് ദേവികുളം RRTയെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ RRT സംഘം മരപ്പട്ടിയെ സുരക്ഷിതമായി പിടികൂടി വനത്തിലേക്ക് തുറന്നുവിട്ടു. അല്ല RRT സാധനമുണ്ട്. ശരി 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 ശരി. മുംബൈയിലെ വൈൽ പാർലെ വെസലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 2 മരണം. 12 നില കെട്ടിടത്തിന്റെ 11ാം നിലയിലാണ് തീപിടിച്ചത്. 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 11ാം നിലയിൽ 2 ഫ്ളാറ്റുകളിലാണ് തീ ആദ്യം പടർന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. രാത്രി 10 മണിയോടെയാണ് സംഭവം. അഗ്നിശമന സേനയുടെ 8 യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രാത്രി ഏറെ വൈകിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. 2 ഫ്ളാറ്റുകളിലെ 4000ഓളം ചതുരശ്ര അടി വരുന്ന ഇലക്ട്രിക്കൽ വയറിംഗും ഇൻസ്റ്റാളേഷനുകളും ഒരു AC യൂണിറ്റ്, വീട്ടുപകരണങ്ങൾ, സോഫ, കിടക്ക, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. 2 ഫ്ളാറ്റുകളുടെയും തറ പൂർണ്ണമായും കത്തിയ നിലയിലാണ്. തറയിലേക്ക് എങ്ങനെയാണ് തീപിടിച്ചത് എന്നതിൽ അന്വേഷണം നടക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു.